KSRTCയുടെ പുതിയ കണക്ക് കേട്ടാൽ ഒരു സംശയം തോന്നും. ബസ്സിൽ യാത്രക്കാർ കൂടിയോ അതോ യാത്രക്കാരെ കയറ്റാൻ KSRTC തന്നെ കടം കയറിയോ? മുമ്പ് ആളില്ലാത്ത ബസ്സുകൾ ഓടിയിരുന്ന കേരളത്തിൽ ഇപ്പോൾ ബസ്സുകൾ നിറഞ്ഞു കവിഞ്ഞു പോകുകയാണ്. പക്ഷേ ബസ്സുകൾ നിറയുമ്പോൾ ട്രഷറി കാലിയാകുന്ന ഒരു വിചിത്ര ഗണിതമാണ് പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ നടക്കുന്നത്. സ്ത്രീകൾ സന്തോഷത്തിൽ, സർക്കാർ ആത്മവിശ്വാസത്തിൽ. പക്ഷേ KSRTCയും സ്വകാര്യ ബസ് ഉടമകളും ഇപ്പോൾ ഒരേയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്: ഈ യാത്രയുടെ ടിക്കറ്റ് ഒടുവിൽ ആരാണ് അടയ്ക്കുക? കേരളത്തിൽ ഏറെ ചർച്ചയായ കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതികളൊന്നായ പ്രിയദർശിനി പദ്ധതിക്ക് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകൾ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി വലിയ ജനപ്രീതി നേടിയെങ്കിലും അതിന്റെ സാമ്പത്തിക ആഘാതം ഇപ്പോൾ സംസ്ഥാന ഗതാഗത മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ്. പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം ഏകദേശം 22 ലക്ഷം ആളുകളായിരുന്നു KSRTCയിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ ആ എണ്ണം 35 ലക്ഷമായി ഉയർന്നു. അതിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം മാത്രം 7.25 ലക്ഷത്തിൽ നിന്ന് 11.84 ലക്ഷമായി വർദ്ധിച്ചു. ഒരു മാസം കൊണ്ട് ഏകദേശം 3 കോടി സ്ത്രീകളാണ് സൗജന്യമായി യാത്ര ചെയ്തത്. ഇവിടം വരെ കേൾക്കുമ്പോൾ ഇതൊരു വലിയ വിജയകഥ പോലെ തോന്നും. കാരണം സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസ ചെലവിൽ വൻ ലാഭം നേടാൻ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. നിരവധി തൊഴിലാളികൾക്കും വിദ്യാർത്ഥിനികൾക്കും ദിവസേന യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ഭാരം കുറഞ്ഞു. കുടുംബ ബജറ്റിൽ നേരിട്ടുള്ള മാറ്റമുണ്ടാക്കിയ പദ്ധതിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കഥയ്ക്ക് മറ്റൊരു വശമുണ്ട്. പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 7.5 കോടി രൂപയോളം വരുമാനം ലഭിച്ചിരുന്ന KSRTCയുടെ വരുമാനം ഇപ്പോൾ 3.5 കോടി രൂപയായി കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ധനം വാങ്ങാൻ പോലും പണമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നിലനിൽക്കുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിന്റെ ഫലമായി ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന ഇൻസെന്റീവ് ബാറ്റയും ഡ്യൂട്ടി സറണ്ടറും മുടങ്ങി. ദിവസവേതന തൊഴിലാളികളുടെ ശമ്പളവും പ്രതിസന്ധിയിലായി. സാധാരണയായി ഡ്യൂട്ടി അവസാനിച്ച ഉടൻ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഒരു ഭാഗത്ത് ബസ്സുകൾ നിറയുമ്പോൾ മറുഭാഗത്ത് KSRTCയുടെ അക്കൗണ്ട് ശൂന്യമാകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. സൗജന്യ യാത്രയുടെ ചെലവ് കൺസോർഷ്യം മുഖേന നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ബാങ്ക് വായ്പയുടെ പലിശ സാധ്യത ഒടുവിൽ KSRTCയുടെ ചുമലിലേക്കാണ് എത്തുക എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇതിനിടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ബസ്സുകളിൽ പരസ്യങ്ങൾ പതിക്കുന്ന പദ്ധതി ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ബസ്സുകളിലെ പരസ്യങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നശിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ പരസ്യ കമ്പനികൾ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അതേസമയം സ്വകാര്യ ബസ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനിടെ 65 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ കണക്ക്. സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് മാറിയതോടെ പല റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരില്ലാതെ ഓടേണ്ട അവസ്ഥയാണെന്ന് ഉടമകൾ പറയുന്നു. ഇതിനകം തന്നെ സംസ്ഥാനത്താകെ 500-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡീസൽ നിറയ്ക്കാനും തൊഴിലാളികളുടെ വേതനം നൽകാനും കഴിയാത്ത സാഹചര്യമാണെന്നാണ് ബസ് ഉടമകളുടെ പരാതി. പ്രശ്നം പഠിക്കാൻ മുൻ ഗതാഗത കമ്മീഷണർ K. പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്വകാര്യ ബസ് മേഖലയ്ക്ക് സബ്സിഡിയോ മറ്റ് ഇളവുകളോ നൽകുന്നതിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. ഇതിനിടെ ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയെ വൻ വിജയമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സമീപകാലത്ത് ഇത്രയും ജനപ്രീതി നേടിയ മറ്റൊരു സർക്കാർ പദ്ധതി ഇല്ല എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ചോദ്യം മറ്റൊന്നാണ്. സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണമായി എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ പദ്ധതിയുടെ സാമ്പത്തിക ഭാരം എത്രത്തോളം KSRTCക്കും സ്വകാര്യ ബസ് മേഖലയ്ക്കും താങ്ങാനാകും? യാത്രക്കാർ വർദ്ധിച്ചിട്ടും വരുമാനം കുറഞ്ഞ ഈ പരീക്ഷണം ദീർഘകാലത്തേക്ക് വിജയിക്കുമോ? സൗജന്യ യാത്ര എന്ന ആശയം ജനങ്ങൾക്ക് ആശ്വാസമാകാം. പക്ഷെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനപ്രീതി മാത്രം പോരാ, സാമ്പത്തിക സ്ഥിരതയും അത്ര തന്നെ പ്രധാനമാണ്. യാത്ര സൗജന്യമാകുമ്പോൾ പോലും അതിന്റെ യഥാർത്ഥ ചെലവ് ഒടുവിൽ ആരെങ്കിലും അടയ്ക്കേണ്ടി വരും. ആ ടിക്കറ്റ് ഒടുവിൽ ആരുടെ കയ്യിലാകും എത്തുക എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.